കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എഗ് ബിരിയാണി. അപ്പൊ സാധാരണ പൊതുവിൽ എല്ലാവരും ബിരിയാണി എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് എടുക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മള് സാധാരണ ഇപ്പൊ രാവിലെ എണീറ്റിട്ടേ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടി ഒരു ബിരിയാണി പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് 30 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സിമ്പിൾ എഗ് ബിരിയാണിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സാധാരണ നമ്മള് മറ്റ് ബിരിയാണികൾക്ക് ഉണ്ടാവുന്ന അതുപോലെ ഒരുപാട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമില്ല. വളരെ മിനിമൈസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അതേപോലെ തന്നെ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണിയുടെ വീഡിയോ കാണാം. നമ്മളൊരു 5 പേർക്കുള്ള ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 6 മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഗ്ലാസോളം ഇതുപോലെ 2 ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അരി നമുക്ക് കൈമാരി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് ഏത് അരിയായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. പക്ഷെ വെള്ളം ഒഴിക്കുന്നതിൽ അതിൽ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവുമെന്ന് മാത്രം. ഇപ്പോൾ ബസ്മതി ആണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിക്കേണ്ടി വരും. കൈമാരി ആണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ച്. എന്നാൽ കുക്കറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കുറവാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അതായത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അരി. 2 സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. 4 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഉപ്പ് വേണം, കുറച്ച് നെയ്യ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് 2 ടീസ്പൂൺ വീതമാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4-5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് 2 കറുവാപ്പട്ടിയും അങ്ങനെ കുറച്ച് മസാലകൾ അത് ബോക്സിൽ കൊടുക്കാം കേട്ടോ, കറക്റ്റ് അളവ്. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയും കുറച്ച് മല്ലിയും, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി വേണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ മാത്രം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച മുളക് പൊടിയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. ഫ്ലെയിം നന്നായി താത്തി വെക്കാം. 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞു വെച്ചിരിക്കുന്ന എഗ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാ മസാലയും എഗ്ഗുമ്മയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ മാറിയിരിക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ കുക്കറിലാണ് നമ്മുടെ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, ഓയിലും നെയ്യും കൂടി ഒഴിച്ചത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മസാലകൾ ഇട്ടൊന്ന് മൂപ്പിക്കാൻ പോകണം. അപ്പോൾ ബേ ലീഫും കൂടിയും ഒരെണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അതുകൂടി ഉപയോഗിക്കാം കേട്ടോ. ബേ ലീഫ്, കരയാമ്പൂ, ഒരു 5-8 കരയാമ്പൂ ഇട്ടാൽ മതി. കറുവാപ്പട്ട, 4-5 ഏലക്കായ, 2 തക്കോല. അപ്പൊ ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മളിതിവിടെ പച്ചമുളക് കേട്ടോ, പച്ചമുളക് അരിഞ്ഞത്
സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ. ഇനി ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നമുക്ക് ചെറുതായി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഞാനൊരു മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ തൈര് എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ. പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഈ പുതിനയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ആയതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് സാധാരണ എടുക്കുക നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളിൽ വേവിക്കുമ്പോൾ. എന്നാൽ നമ്മൾ കുക്കറിൽ നമ്മൾ അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്. കുക്കറിൽ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് വേവിക്കുന്ന കാരണം കുറച്ച് വെള്ളം എപ്പോഴും കുറവാണ് എടുക്കുക. 3 ഗ്ലാസ്സിന് പകരം 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത്. ഇനി പോരായ തോന്നുകയാണെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം നോക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കർ അടയ്ക്കാം. വെയിറ്റ് ഇടാണ്ട് കേട്ടോ. പ്രഷർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇടാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ എടുപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ആവി ഒന്ന് പോണ വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യിൽ നട്ട്സും കിസ്മിസും ഒക്കെ മൂപ്പിച്ച് ഇതിന് മേലെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഗാർണിഷ് ചെയ്യാം കേട്ടോ.